ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡോർ മാറ്റാണ് ചെയ്യുന്നത്. ഇത് ക്രോഷ്യ ഹൂക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നേരത്തെ ഡോർ മാറ്റ് ചെയ്തതിൻ്റെയൊക്കെ ബാലൻസ് ഷാളിൻ്റെയും സാരിയുടെയൊക്കെ കുറേശ്ശെ ഇരുന്നത് ചേർത്ത് വെച്ചിട്ടാണ് ഇന്ന് ഡോർ മാറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾക്ക് 2 ഇഞ്ച് വീതിയിലാണ് സ്ട്രിപ്പ് എടുക്കുന്നത്. പിന്നെ സാരിയുടെ ഫുൾ ലെങ്ത് നമുക്കെടുക്കാം. ഇപ്പോൾ 2 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്യുക. ശേഷം 2 സ്ട്രിപ്പ് തങ്ങളിൽ ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ അറ്റം ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി സെൻറ്റർ ഒന്ന് മടക്കി അല്പം കട്ട് ചെയ്യുക. ഇനി അടുത്ത ജോയിൻ ചെയ്യേണ്ട പീസിൻ്റെയും എൻ്റെ വശം ഒന്ന് ഫോൾഡ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് സെൻറ്റർ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ജോയിൻ ചെയ്യേണ്ട പീസ് ഓപ്പോസിറ്റ് അതിൻ്റെ അടിയിൽ വയ്ക്കുക. 2 ഹോളും ചേർന്നിരിക്കണം. ഹോളുള്ള 2 വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യേണ്ട സ്ട്രിപ്പ് എടുത്ത് ആ മുകളിൽ കൂടി ആ ഹോളിൽ കൂടി കൊണ്ടുവന്നതിന് ശേഷം താഴേക്കെടുത്ത് അത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നമ്മൾക്കതൊന്ന് ചുറ്റി ബോൾ രൂപത്തിലാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഹൂക്ക് ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് 2mm ആണ് ഇതിൻ്റെ നമ്പർ. 2mm സ്റ്റാർട്ട് ചെയ്യുന്നത്. 2.5, 3mm, 3.5mm അങ്ങനെയാണ്. ഇത് 9 പീസാണുള്ളത്. 300 അതിനുള്ളിലാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഞാൻ 6mm ആണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ സിംഗിളായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് 8mm ആണ്. അപ്പോൾ ഇത് നമ്മൾക്ക് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. ഫസ്റ്റ് നമ്മളൊരു ഹൂക്കിൽ ഒരു നോട്ട് കൊടുക്കുക. ശേഷം നമ്മൾക്ക് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമ്മൾക്ക് എത്രത്തോളം വലിപ്പം വേണോ അതനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 34 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 34 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് 34 ഞാൻ വീതിയിലാണിത് നോക്കുന്നത്. അപ്പോൾ നീളം ഞാൻ മുകളിലോട്ട് എത്ര റോ വേണോ നമ്മൾക്ക് ചെയ്തു പോകാം. അപ്പോൾ നമ്മൾ 34 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 3rd സ്റ്റിച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. അപ്പോൾ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. ഹൂക്കിൽ നൂലൊരു തവണ ഇതിൻ്റെ സ്ട്രിപ്പ് ഒരു തവണ ഹൂക്കിൽ ചുറ്റിയതിന് ശേഷമാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഫസ്റ്റ് ആ 2 ലൂപ്പിൽ കൂടി കൊണ്ടുവരിക. വീണ്ടും നെക്സ്റ്റ് ആ 2 റിങ്ങിൽ കൂടി കൊണ്ടുവരിക. അപ്പോഴാണ് നമ്മൾക്ക് ഒരു ഡബിൾ ക്രോഷ്യ ആകുന്നത്. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഓരോ ചെയിൻ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്ത് ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ വൂളൻ ത്രെഡിലൊക്കെ നമ്മൾ ഇത് ക്രോഷ്യ ഹൂക്ക് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്ക് പെട്ടെന്ന് ഈ ലൂപ്പിൽ കൂടി വലിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പം തുണിയുടെ തന്നെ ആയതുകൊണ്ട് ഇത്ര നമുക്ക് ഈസി ആയിരിക്കില്ല. ഇത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ.
ഇതിപ്പോൾ 8mm ഹൂക്കാണിത്. നമുക്ക് സിംഗിളായിട്ട് പല അളവിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ ഒരേ നമ്പർ തന്നെ യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ 2 ഇഞ്ചിൻ്റെയാണ്, 2 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ 3-4 ഇഞ്ചൊക്കെ വീതിയിലെടുക്കാവുന്നതാണ്. അതിനൊക്കെ ഈ 8 നമ്പർ ഹൂക്ക് നല്ലതാണ്. ഇപ്പോൾ 2 ഇഞ്ചിൻ്റേത് നമുക്ക് 4mm മുതൽ നമുക്ക് ഉള്ള ഹൂക്ക് സ്റ്റാർട്ട് ചെയ്യാം, അത് യൂസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആവുകയാണ്. ലാസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടി നമ്മൾക്ക് ചെയ്യണം. അപ്പോൾ ഈ 2 ലൂപ്പിൽ കൂടി വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നൊന്നായിട്ട് എടുത്താലും മതിയാകും. ഫസ്റ്റ് ഒന്നിൽ കൂടി എടുത്തിട്ട് നെക്സ്റ്റ് അടുത്തതിൽ കൂടി വീണ്ടും ഒന്ന് സ്ട്രാപ്പ് ചുറ്റിയതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ. അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ടേൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ബാക്ക് വെസ്റ്റാണ് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അതിനെ ഒന്ന് തിരിച്ചു 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾക്ക് ആ ഫസ്റ്റ് സ്റ്റിച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് റോ ചെയ്യുന്നത് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ടേൺ ചെയ്തതിന് ശേഷം അടുത്ത സൈഡിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് റോ ചെയ്തപ്പോൾ നമ്മൾ 3rd സ്റ്റിച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് നമ്മൾക്ക് ആ ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ഓരോ സ്റ്റിച്ചിലും ഇതേപോലെ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്താണ്. ഇതേ മെത്തേഡ് തന്നെയാണ് നമുക്ക് ഫിനിഷ് ആവുന്നത് വരെയും ഇതേ രീതിയിൽ തന്നെ ചെയ്തു പോയാൽ മതി. ഇങ്ങനെ ഓരോ സ്റ്റിച്ചിലും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ സെക്കൻഡ് റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെയും കൂടി നമ്മൾക്ക് ലാസ്റ്റ് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ നമ്മൾക്കത് കറക്റ്റ് ഒരേ ലെവലിൽ തന്നെ വരും ആ സൈഡ്. വീണ്ടും നമ്മൾ 3rd റോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു ശേഷം അതിനെ നമ്മളൊന്ന് ടേൺ ചെയ്യുക, ഒന്ന് തിരിച്ചിട്ട് ഇനി നമ്മൾക്ക് അടുത്ത വശത്താണ്. ഈ ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ നമ്മൾക്ക് സ്ട്രിപ്പ് ഒരു തവണ ഹൂക്കിൽ ചുറ്റിയിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടി ഹൂക്കിനെ വെളിയിൽ കൊണ്ടുപോയി ആ സ്ട്രിപ്പിനെ കൊണ്ടുവരിക. ശേഷം ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടി നെക്സ്റ്റ് 2 ലൂപ്പിൽ കൂടി. ഇപ്പോൾ 3rd റോയും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഈ ലാസ്റ്റ് 2 സ്റ്റിച്ച് കൂടി ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ലൂപ്പ് കുറച്ച് ലൂസായിട്ട് എടുത്താൽ മതി. അപ്പം നമുക്ക് ഈ ഹൂക്ക് ആ ലൂപ്പിൽ കൂടി വലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും.
ഇനി നമ്മൾക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് അതിലും കൂടി ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. വീണ്ടും നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ശേഷം അതിനെ തിരിച്ചു. ഫസ്റ്റ് സ്റ്റിച്ചിൽ വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് ഇതിന് ലെങ്ത് എത്രത്തോളം ആവശ്യമാണോ അതനുസരിച്ച് മുകളിലോട്ട് ചെയ്തു പോവാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾക്കിത് 10 നമ്പറിൻ്റെ ഹൂക്കാണ്, സ്റ്റീലിൻ്റെ ആണ്. ഇതിൽ നമ്മൾക്ക് ചെയ്യാം, പക്ഷേ ഇത്തിരി ലേറ്റാവും, ഇത്തിരി സ്ലോയിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ ഒരേ നമ്പർ ഹൂക്ക് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഹൂക്കായതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ കുറച്ച് തിക്നെസ് കിട്ടും. 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ എടുത്താൽ കുറച്ചുകൂടി നല്ല കട്ടിക്ക് കിട്ടും നമ്മൾക്ക്. ശേഷം നമ്മൾക്ക് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ട് നമ്മൾക്ക് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു കെട്ട് വരും. അപ്പോൾ നമുക്കത് അഴിഞ്ഞു പോവില്ല. ശേഷം ബാക്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് വച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ലോങ് ലാസ്റ്റ് ചെയ്യും. ഇത് അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകുന്നില്ല വാഷ് ചെയ്യുമ്പോഴും ഒന്നും. ഇതിപ്പോൾ ഞാൻ 22 റോയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് സിങ്കിൻ്റെ വാഷ് ബേസിനൊക്കെ ഉള്ളിടത്ത് കോർണർ ഭാഗത്തൊക്കെ ഇടാം. അല്ലാതെ ടൈല് ഗ്രാനൈറ്റൊക്കെ ഉള്ളിടത്ത് സ്ലിപ്പാവും. നമ്മൾ നടക്കുന്ന ആ ഭാഗത്തൊന്നും ഇടണ്ട. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.